Hi guys, it's me your brother and welcome back. So communication skill ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആളുകളുമായിട്ട് നന്നായി സംസാരിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? പക്ഷേ കുറേ ആളുകൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് ഒരു തരം പേടിയാണ്, ഒരു മടിയാണ്, എസ്പെഷ്യലി പുതിയ ആളുകളോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇത് കാരണം വിഷമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിൽ തന്നെയുണ്ട്. ബട്ട് ഡോണ്ട് വറി ഫ്രണ്ട്സ്, ഹിയർ ഈസ് യുവർ ബ്രദർ. ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് കുറച്ച് പൊടിക്കൈകളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ബുക്കാണ് ഹൗ ടു ടോക്ക് ടു എനി വൺ ബൈ ലെയിൽ ലോണ്ടസ്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഒരുപാട് ട്രിക്സ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 6 ട്രിക്സ് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ദ ഫ്ലഡിംഗ് സ്മൈൽ. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് നോക്കി മനസ്സിലാക്കാൻ പറ്റും അവർ നമ്മുടെ കോൺവെർസേഷനിൽ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്ന്. അത്തരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചിരി എന്ന് പറയുന്നത്, സ്മൈൽ. നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ എല്ലാവരുടെയും ഉള്ളിൽ അതൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാക്കും അല്ലേ? ബട്ട് ചിരി എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്പിലുണ്ട്, ജെനുവിൻ സ്മൈൽ ആൻഡ് ഫേക്ക് സ്മൈൽ. ഒരാൾ നമ്മളെ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം ഒന്നോട് ചിരിച്ച് കാണിക്കും, എന്നിട്ട് അയാൾ മുഖം തിരിക്കുമ്പോഴോ വീണ്ടും നമ്മൾ പഴയ എക്സ്പ്രഷനിലേക്ക് വരും. അത് ഒരു ഫേക്ക് ആയിട്ടുള്ള സ്മൈലാണ്. ഫസ്റ്റ് ഇമോഷനിൽ തന്നെ നമ്മൾ ജെനുവിൻ ആണ് എന്ന് ഷോ ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ അപ്പം തന്നെ ചിരിക്കരുത്. പകരം ഒരു 2 സെക്കൻഡ് അയാളുടെ മുഖത്ത് നോക്കുക, ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചിരിക്കുക. അങ്ങനെയാണ് റെസ്പോൺസീവായിട്ട് നമ്മൾ ചിരിക്കേണ്ടത്. ഈ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് മനസ്സിലാകും നിങ്ങളുടേത് ജെന്യൂൻ ആയിട്ടുള്ള സ്മൈലാണ് എന്ന്. നമ്പർ 2, സ്റ്റിക്കി ഐസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ആളുകൾ സംസാരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കുകയില്ല, അവരിങ്ങനെ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സംസാരിക്കുന്ന ആൾ വിചാരിക്കും ഇയാൾ ഈ ഞാൻ പറയുന്ന കാര്യത്തിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല എന്ന്. അതുകൊണ്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾ സംസാരിക്കുന്ന മുഴുവൻ സമയത്തും അയാളുടെ കണ്ണിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടേ ഇരിക്കരുത്. അത് അയാളുടെ ഉള്ളിൽ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യുക, സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തല ജസ്റ്റ് ഒന്ന് തിരിക്കുക, അങ്ങോട്ടേക്ക് നോക്കുക, എന്നിട്ട് അപ്പം തന്നെ വീണ്ടും ഐ കോണ്ടാക്റ്റിലേക്ക് വരിക. അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ വേണം ഈ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ. നമ്പർ 3, ഹലോ ഓൾഡ് ഫ്രണ്ട് ടെക്നിക്ക്. നമ്മൾ പുതിയ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് വലിയൊരു അകൽച്ച കാണിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക. അതായത് ഈ പുതിയ ആൾ പണ്ട് മുതലെയുള്ള നമ്മളുടെ ഒരു അടുത്ത സുഹൃത്താണ് എന്നങ്ങോട്ട് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് ആ രീതിയിൽ സംസാരിക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് മീറ്റിൽ തന്നെ നിങ്ങൾ ഇത്ര ഫ്രണ്ട്ലി സംസാരിക്കുമ്പോൾ ഈ കേൾക്കുന്ന ആൾ വളരെയധികം ഇംപ്രസ്ഡ് ആയിരിക്കും. അയാൾ വിചാരിക്കും ഇയാൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ പോസിറ്റീവുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ 2 കൂട്ടർക്കും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് കോൺവെർസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്പർ 4, ലിമിറ്റ് യുവർ ഫിഡ്ജറ്റിംഗ്. ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോഡി മൂവ്മെൻറ്റ്സ്, അതായത് നമ്മുടെ കയ്യിൻ്റെ പൊസിഷൻ മാറുക, ആടുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, കണ്ണിലേക്ക് നോക്കാതെ സംസാരിക്കുക, ഇങ്ങനെയുള്ള സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ബോഡി മൂവ്മെൻറ്റ്സിനാണ് ഫിഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഫിഡ്ജറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾ വിചാരിക്കും നിങ്ങൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ല എന്ന്. ഈവൻ നിങ്ങൾ വളരെയധികം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ കേൾക്കുന്ന ആൾ വിചാരിക്കും നിങ്ങൾ മുഴുവൻ തള്ളാണ് എന്ന്, നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് ബഡായാണ് എന്ന് അയാൾ അങ്ങ് വിചാരിക്കും. സോ ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ 3 കാര്യങ്ങൾ ചെയ്യുക. ആദ്യത്തേത്, ഒരിക്കലും ആളുകളോട് സംസാരിക്കുമ്പോൾ മുഖത്ത് തൊടരുത്, മുഖത്ത് എവിടെയും പോയി തൊടാൻ നിൽക്കരുത്. രണ്ടാമതായിട്ട്, അധികം മൂവ് ചെയ്യാതെ ഒരു സ്ട്രെയിറ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സംസാരിക്കുക, ഒരു കംഫോർട്ട് ആയിട്ടുള്ള പോസ്റ്ററിൽ നിന്ന് സംസാരിക്കുക. മൂന്നാമത്തേത്, എവിടെയും ചൊറിയാനും മാന്താനൊന്നും പോകരുത്. ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ ഇങ്ങനെ കയ്യിലും നെറ്റിയിലും ഷർട്ടിലും അങ്ങനെ അവിടെ ഇവിടെയും ചൊറിഞ്ഞുകൊണ്ട് സംസാരിക്കുക. അത് ഈ മറ്റേ ആളുടെ ഉള്ളിൽ ഒരു ഡിസ്കംഫോർട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ മിസ്റ്റേക്കും അവോയ്ഡ് ചെയ്യുക. നമ്പർ 5, നെവർ ദ നേക്കഡ് സിറ്റി. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ലൈനിൽ ഉത്തരം പറയാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന്. അപ്പോൾ ആ സ്കൂളിൻ്റെ പേര് മാത്രം പറയാതെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുക. നല്ല സ്കൂളാണ്, നല്ല ടീച്ചേഴ്സാണ്, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുക. എന്ന് കരുതി ഓവറായിട്ട് പറഞ്ഞ് ചളമാക്കാന്ന് കരുതി കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. സോ ഒബ്വിയസ്ലി കേൾക്കുന്ന ആൾക്ക് കുറേ കൂടി കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കൂടി അവർ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ കോൺവെർസേഷൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്പർ 6, ഹാൻസസ് ഹോഴ്സ് സെൻസ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അയാളുടെ എക്സ്പ്രഷനും മൂവ്മെൻറ്റും എല്ലാം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നോക്കുക. അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സെയിം ഫ്ലോയിൽ മുമ്പോട്ട് പോവുക, കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ അതല്ല, അവരൊട്ടും നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളും അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തുക.
ടോപ്പിക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ആളോട് സംസാരിക്കുമ്പോൾ ഈ 6 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ, സെൽഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.